കണ്ണൻ ചേട്ടന്റെ റിസപ്ഷൻ ആയിട്ട് ബ്ലൗസും അടിപ്പാവാടെ ഇട്ട് ഏതോ ഒരു സാരി ചുറ്റി നേരെ പാർലറിലോട്ട് ചെന്ന് കേട്ടോ. ഞാൻ അല്ലെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് സാരി വാങ്ങിച്ച് ഉടിപ്പിച്ച് തന്നു. മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് തന്നു. മേക്കപ്പ് മൊത്തം ഞാനാണ് കേട്ടോ ചെയ്തത്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അമ്മയും ഏട്ടനും അച്ഛനും എല്ലാം റെഡി ആയിരുന്നു. നമ്മൾ നേരെ കായംകുളത്ത് ചെന്നപ്പോൾ അവിടെ ആരും കുളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും അച്ഛനും അമ്പലത്തിൽ തൊടാൻ പോയപ്പോൾ ഞാൻ കാറിലിരുന്ന് ആ കുഞ്ചലമൊക്കെ തലയിലോട്ട് കുത്തി കയറ്റി തൊഴുതിറങ്ങി വന്ന അച്ഛനെയും അമ്മയും കൂട്ടി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നപ്പോൾ അനന്തൂന് ഷർട്ട് എടുക്കാൻ വേണ്ടി കീ കൊടുത്തു. കീ അതിൻ്റെ അകത്ത് ഇട്ട് അവൻ ആ ഡോർ അങ്ങ് അടച്ചു. അങ്ങനെ ആകെ അവിടെ വള്ളിയും പുള്ളിയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും വന്നു. നേരെ ഓഡിറ്റോറിയത്തിന്റെ അടുത്തോട്ട് പുഴുങ്ങാനായിട്ട് കയറിപ്പോയി. കാരണം ചൂടെടുത്തിട്ട് എല്ലാത്തിന്റെ നട്ടപ്പടം ഇളകിയായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഓടി പുറത്തിയാടി. പുറത്തോട്ട് വന്നപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നതായിട്ട് ദൈവമേ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും നല്ല പിള്ളേരൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സന്തോഷം നിന്നാ കൊണ്ടാ. ചുമ്മാ ഈ പുറമേ ഉള്ള കാണിപ്പുള്ളായിരുന്നു. ഒരെണ്ണോ ഡാൻസ് കളിച്ചില്ല. അനന്തൂര് പറ്റായിരുന്നു ഏറ്റവും വലുത്. അങ്ങനെ കാറൊക്കെ കുത്തി തുറന്ന് എങ്ങനെയൊക്കെയോ താക്കോലെടുത്തു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അവിടെ സൊണ പറച്ചിലായിരുന്നു. കാരണം വല്ലപ്പോഴും ആണല്ലോ എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്നത്. എവിടെ പോയാലും അനന്തു ഇങ്ങനെ വളിച്ചൊരു ചിരി ചിരിച്ചിട്ട് ആ ചേച്ചി ഒരു സെൽഫി എടുക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ തിരിച്ചു പോയി. ഞങ്ങൾ എല്ലാവരും അവസാനം വൈകുന്നേരമാണ് ഇറങ്ങിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.